കോട്ടയം തിരുവാതുക്കലിൽ നാടിനെ നടുക്കിയ ആരും കൊല. വ്യവസായിയായ വിജയകുമാറിനെയും ഭാര്യ മീരയെയുമാണ് അതിമൃഗീയമായി കൊലപ്പെടുത്തിയത്. അമ്മിക്കല്ലും കോടാലിയും അടക്കം ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം. വീട്ടിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് അടക്കം കാണാനില്ല. മുഖമൊക്കെ വികൃതമായി കിടക്കാനും ആളെ തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ നിൽക്കുകയാണ്. മുഖം നമുക്ക് വല്ലാതെ പരിക്കാണ്. ഈ സാധാരണ ഈ അന്യസംസ്ഥാന തൊഴിലുകൾ നടത്തുന്ന തരത്തിലുള്ള കൊലപാതകമാണ്. അതൊരു ക്രൂരമായ കൊലപാതകം തന്നെ. വ്യവസായിയായ വിജയകുമാറിനെയും ഭാര്യ മീരയെയും അതിക്രൂരമായി ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. വിജയകുമാറിന്റെ മൃതദേഹം വീട്ടിലെ ഹാളിലും മീരയുടെ മൃതദേഹം അകത്തെ മുറിയിലുമാണ് കണ്ടത്. മൃതദേഹങ്ങൾ വിവസ്ത്രമായ നിലയിലുമാണ്. ആക്രമിക്കാൻ ഉപയോഗിച്ച കോടാലിയും അമ്മിക്കല്ലും വീട്ടിൽ നിന്ന് കണ്ടെത്തി. വീടിന്റെ പിന്നിലെ വാതിൽ തകർത്ത നിലയിലായിരുന്നു. അമ്മിക്കല്ല് ഉപയോഗിച്ചാണ് വാതിൽ തകർത്തെന്നാണ് നിഗമനം. അമ്മിക്കല്ല് താഴെ കിടപ്പുണ്ട്, പക്ഷേ ഡോറയിലൊരു പാടൊന്നുമില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു നിഗമനം എന്ന് പറയുന്നത്, പോലീസ് സംസാരിക്കുന്നതാണ്, ഈ വെളിയിൽ ബഹളം കേട്ടുകൊണ്ട് പുള്ളി അകത്തുനിന്ന് ഡോറ് തുറന്നു കാണും. ഡോറ് തുറന്നപ്പം കൊലപാതകി തള്ളി കയറി കാണും. മരിച്ച വിജയകുമാർ ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ്. വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. മോഷണ ശ്രമം നടന്നിട്ടില്ല. കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും ശരീരത്തിലെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി സൂചനയില്ല. വീട്ടിനുള്ളിൽ അലമാരയോ ഷെൽഫുകളോ ഒന്നും കുത്തി തുറന്നതായും സൂചനയില്ല. മുൻപ് ജോലിക്കാരനായ അസം സ്വദേശി ഫോൺ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ വൈരാഗ്യം കൊലപാതകത്തിലേക്ക് നയിച്ചോ എന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. ഒരു 8 മാസം 9 മാസം അവിടെ ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ സാറിൻ്റെ ഫോണോ എന്തോ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ജയിലിലായിരുന്നു പറഞ്ഞു. ഞങ്ങൾക്ക് മോഷണമാണോ? ഇയാളുടെ മൊബൈൽ മോഷ്ടിച്ചതാണോ? വീട്ടിൽ വെച്ച് ഇയാളുടെ മൊബൈൽ മോഷ്ടിച്ചു കേസൊക്കെ ആയിരുന്നു. ഇനി അതാണോ ഒന്നും നമുക്കറിയില്ല. വീട്ടിലെ പട്ടി അവശ നിലയിലാണ്. റിമോട്ട് കൺട്രോൾ അടക്കമുള്ള ഗേറ്റ് എങ്ങനെ പ്രതി കടന്നു വന്നെന്ന ചോദ്യവും ബാക്കിയാണ്. ഇതിനകത്ത് CCTV വീട്ടിനകത്ത് CCTV ഉണ്ടോ? ഉണ്ട്, വീടിനകത്തുണ്ട്. പക്ഷെ അതിന്റെ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയി. ഈ വീടിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിജയകുമാറിന്റെ മകന്റെ മരണത്തിൽ CBI അന്വേഷണം നടക്കവെയാണ് വീണ്ടും ഇരട്ട കൊലപാതകം നടക്കുന്നത്. സൈബർ സെല്ലും വ്യത്യസ്ത ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ടീമുകൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇയാളുടെ പരാതിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റീറ്റാലിയേഷൻ ആണോ എന്നാണ് നമ്മളിപ്പോൾ സംശയിക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നാട്ടിൽ ജനകീയ മുഖമുള്ള വിജയകുമാറിന്റെയും ഭാര്യയുടെയും കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് ആ നാട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.